Hi guys, welcome to Pep Learning. അപ്പോൾ നമ്മുടെ ലൈവ് സെഷൻ്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ PYQ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു, DI ചെയ്തു, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ ഷിഫ്റ്റ് 2-ലെ MBAയുടെ ഷിഫ്റ്റ് 2-ലെ ജനറൽ പേപ്പറിലാണ് വന്നിരിക്കുന്നത് 2023-ലെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കുക. പ്രിപ്പറേഷൻസ് നന്നായി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ രീതിയിൽ റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം തന്നെ ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് പറയുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമ്പർ സീരീസിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്പർ സീരീസിൽ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നോക്കി നോക്കൂ. ചൂസ് ദ നമ്പർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഇൻ ദ ഗ്രൂപ്പ്. ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഇൻ ദ ഗ്രൂപ്പാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? ഒരു ഓഡ് വൺ ഔട്ടിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കൂ, ക്വസ്റ്റ്യൻസിൻ്റെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പർ മാത്രമാണ് മാറുന്നത്. ആ രീതി അല്ലെങ്കിൽ ആ കോൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസിലൂടെ നമുക്ക് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നോക്കൂ, ചൂസ് ദ നമ്പർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഇൻ ദ ഗ്രൂപ്പ്. ഈ തന്നിരിക്കുന്ന സെറ്റിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരെണ്ണം ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന്, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ ആൻസർ നോക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന് ഏതോ ഒന്ന് വ്യത്യസ്തമാണ്, ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഓഡ് വണ്ണിനുള്ള റീസൺ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് അത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്പേഴ്സ് നോക്കൂ. 13, 17, 23, 63, 71 എന്നുള്ള നമ്പേഴ്സാണ്. ഇതിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്താണ് ഇതിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ ഏത് നമ്പർ ആയിരിക്കാം മാറ്റം അല്ലെങ്കിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നതെന്ന് നോക്കൂ. 13, 17, 23, 63, 71. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 13, 23, 63, 71 എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതോ ഒന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് നോക്കേണ്ടത് നോക്കാം. നോക്കൂ, ആൻസർ എന്ന് പറയുന്നത് 63 ആണ്. അപ്പോൾ ആൻസർ 63 ആകാനുള്ള റീസൺ എന്തായിരിക്കും? ഒന്നാമത് നോക്കി നോക്കുക. 13, 7, 23, 71 71. ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം പ്രൈം നമ്പേഴ്സാണ് എന്നാണ്. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. 63 എന്നത് പ്രൈം നമ്പർ അല്ല, അതുകൊണ്ടാണത് ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഓക്കെ, 13, 7, 23, 71 ഇവയെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. 63 ഒരു പ്രൈം നമ്പർ അല്ല. അതാണ് ഈ നമ്പർ സീരീസിലെ ഓഡ് വണ്ണിന് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചിലപ്പോൾ ഇനി ഈവൻ നമ്പേഴ്സിൻ്റെ തരാം, ഓഡ് നമ്പേഴ്സിൻ്റെ തരാം. അപ്പോൾ നമ്മൾ ഓരോന്നും നോക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എളുപ്പമുള്ളതാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രൈം നമ്പർ ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ പ്രൈം നമ്പർ അല്ലാത്തത് 63 ആണ്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി എഴുതി. അതാണ് നമ്മുടെ ഓഡ് വൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേലേക്ക് പോയാലോ. രണ്ടാമത്തേലേക്ക് പോയി നോക്കാം. ഇതൊരു വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? വെൻ ഡയഗ്രത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ചെയ്യണം, അത് നമ്മൾ വരച്ച് തന്നെ ചെയ്യേണ്ടതാണെങ്കിൽ വരച്ച് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ചിലർക്ക് വരയ്ക്കാതെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. വരച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതൽ എളുപ്പമുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. പക്ഷേ അത് ടൈം കൺസ്യൂമിങ് ആവരുത് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫിഗർ ഗിവൻ ബിലോ. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് അല്ലേ. ഫിഗർ എന്ന് പറയുന്നത് ഇത് നോക്കൂ. ഇതൊരു സെറ്റാണ്. ഈ സെൻറ്ററിൽ ഏറ്റവും ഉള്ളിലുള്ളത് എന്താണ്? ഒരു സെറ്റാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സബ്സെറ്റാണ് അല്ലേ. അതിനും അപ്പുറത്തെ ഒരു സെറ്റ് വന്നിട്ടുണ്ട്, അത് സൂപ്പർ സെറ്റാണ്. എന്താണ്? സൂപ്പർ സെറ്റാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വെൻ ഡയഗ്രം എന്ന് പറയുന്നത് സെറ്റും സബ്സെറ്റും സൂപ്പർ സെറ്റും ഉണ്ട്. അപ്പോൾ ഇതെന്തോ
ഏതോ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ 2 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഓപ്ഷനുകളിൽ നിന്നാണ് നമ്മൾ ഈ സൂപ്പർ സെറ്റ് ഏതാണ്, സബ്സെറ്റ് ഏതാണ്, സെറ്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്നത്. നോക്കാം, ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഫർണിച്ചർ, ടേബിൾ, ചെയർ. ഇത് ചെയർ എന്നുള്ളതാണ്. ചെയർ. അടുത്തത് പോളിഗൺ, റെക്ടാങ്കിൾ, സ്ക്വയർ, ഇയർ, വീക്ക്, ഡേ, ബൊക്കെ, ഫ്ലവേഴ്സ്, പെറ്റൽസ്, വെഹിക്കിൾ, ബസ്, കാർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള സൂപ്പർ സെറ്റ്, സബ്സെറ്റ്, സെറ്റ് ഈ വെൻ ഡയഗ്രത്തുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഓരോന്ന് നോക്കൂ. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ഇതിൽ ഉൾക്കൊള്ളില്ല എന്ന് നോക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൂടുതൽ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 3 എണ്ണം ഉൾക്കൊള്ളുന്ന ഓപ്ഷൻസ് ആണ് അല്ലേ, 3 എണ്ണം ഉൾക്കൊള്ളുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതോ 2 എണ്ണം ഇല്ല, ഏതോ 2 എണ്ണം ഇല്ലാത്തതാണ്, ഏതെങ്കിലും ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഈ ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന പ്രക്രിയ അറിയാമെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഏത് വരില്ല എന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നമുക്കിത് കിട്ടുമായിരിക്കും, അല്ലെ ഏത് വരില്ല എന്ന് മനസ്സിലാക്കിയാൽ നോക്കാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. ഈ ഫർണിച്ചർ എന്ന് പറയുന്നത് തന്നെയാണ്. ടേബിൾ ഒരു ഫർണിച്ചറാണ്, ചെയർ ഒരു ഫർണിച്ചറാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും വരിക? അതെങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ എങ്ങനെയായിരിക്കും വരിക? ഫർണിച്ചറിൻ്റെ ഉള്ളിലായിരിക്കും രണ്ടും വരിക. കാരണം ടേബിളും ചെയറും എന്താണ്? ഫർണിച്ചർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് ടേബിൾ ആയിരിക്കാം, ഇത് ചെയർ ആയിരിക്കാം, ഇത് ഫർണിച്ചർ ആയിരിക്കാം. ഇതാണ് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു സെറ്റ്, സബ്സെറ്റ്, സൂപ്പർ സെറ്റ് ഉള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതും തമ്മിൽ യോജിക്കാൻ പറ്റുമോ? ഇല്ല, യോജിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എ എന്നുള്ള ആ ഓപ്ഷൻ എന്നുള്ളത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ വെൻ ഡയഗ്രമായിട്ട് യോജിക്കുന്നില്ല എന്ന് മനസ്സിലായി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? എ തുടങ്ങുന്നത് ഏതാണ്? എയിലും കട്ട് ചെയ്യാം, ഡിയിലെയും കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 2 ഓപ്ഷനും നമുക്ക് ആൻസർ ആയിട്ട് വരില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഒരെണ്ണം നോക്കിയപ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റി, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി അടുത്തത് നോക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ നോക്കി ഇതിൽ കോമൺ ആയിട്ട് ഏതൊക്കെ വരുന്നുണ്ട് നോക്കാം. BCD വരുന്നുണ്ട്, CDE വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കൺഫ്യൂഷൻ വരും. ഇതിൽ 2 എണ്ണം കോമൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കൂ. സിയും ഡിയും ബി എന്ന ഓപ്ഷനിലും കോമൺ ആണ്, സിയിലും കോമൺ ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇനി ബി ആണോ ഇ ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ബി ആണോ ഇ ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നോക്കൂ, ഇതിൽ ബി ഉണ്ട്, ഇ ഉണ്ട്. ഇ എന്ന് പറയുന്നത് നോക്കാം. ഇ എടുത്ത് നോക്കാം. ഇയിൽ എന്താണ് വരുന്നത്? വെഹിക്കിൾ, ബസ്, കാർ എന്നുള്ളതാണ്. ഈ ഫർണിച്ചറിൻ്റെ കേസ് തന്നെ ആയിരിക്കില്ലേ ഈ വെഹിക്കിൾ, ബസ്, കാറിലും വരിക. വെഹിക്കിളിൽ ഉൾപ്പെടുന്നതാണല്ലോ ഈ ബസ്സും കാറും എല്ലാം വെഹിക്കിളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇത് ഈ ഓപ്ഷനാണ്. ഈൻ്റെ എന്താണ്? വെഹിക്കിൾ, ബസ്, കാർ എന്നുള്ളത്. ഇത് നമ്മുടെ വെഹിക്കിളാണ് അല്ലേ. ഈ വെഹിക്കിൾ കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മുടെ ബസ്സും കാറും. അപ്പോൾ നമ്മുടെ വെൻ ഡയഗ്രമായിട്ട് അത് യോജിക്കുന്നുണ്ടോ? ഇല്ല. അത് ഫസ്റ്റ് ഓപ്ഷൻ പോലെ തന്നെ എന്താണ്? ക്യാൻസൽ ഔട്ട് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ ഇയും ക്യാൻസലായി പോയി. അപ്പോൾ ഈ പോയി എന്ന് വെച്ചാൽ പിന്നെ ഏതാണുള്ളത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആകെ 2 എണ്ണേ നമുക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഓപ്ഷൻസിൽ ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എന്നുള്ളത് നോക്കാം. ഇനി ഓരോന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ ആൻസർ എന്ന് പറയുന്നത് BCD ആണ്. എങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഫർണിച്ചറാണ്, ചെയറും ടേബിളും ഫർണിച്ചറിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഒരു സെറ്റോ സബ്സെറ്റോ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇനി ബിയിൽ നോക്കൂ, പോളിഗൺ ഉണ്ട്. പോളിഗൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണ്? റെക്ടാങ്കിൾ വരുന്നുണ്ട്, സ്ക്വയർ വരുന്നുണ്ട്. അത് ഓക്കെയാണ്, ബി എന്നുള്ളത് കറക്റ്റാണ്. അതുപോലെ തന്നെ സി നോക്കൂ. ഇയർ ഉണ്ട്, ഇയർ, വീക്ക്, ഡേ വരുന്നുണ്ട്. അത് സെറ്റ്, സബ്സെറ്റ്, സൂപ്പർ സെറ്റ് എന്നുള്ള രീതിക്കാണ് അല്ലേ. സെറ്റ്, സബ്സെറ്റ്, സൂപ്പർ സെറ്റ് എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡി നോക്കൂ, പെറ്റൽസ്, ഫ്ലവേഴ്സ്, ബൊക്കെ. അത് 3ഉം നമ്മുടെ സെറ്റ്, സബ്സെറ്റ്, സൂപ്പർ സെറ്റ് അതേ ഫോമിൽ തന്നിട്ടുള്ള വെൻ ഡയഗ്രത്തിൻ്റെ അതേ ഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി വെഹിക്കിളിൻ്റെ കാര്യം നമ്മൾ നോക്കി. വെഹിക്കിളും ഈ ഫർണിച്ചറിൻ്റെ കാര്യം എന്താണ്? സെയിം രീതിയിലാണ് വരുന്നത് അല്ലേ. ഒരേ രീതിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വെൻ ഡയഗ്രമായിട്ട് അത് കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്തു. അപ്പോൾ BCD എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഓരോ കാര്യങ്ങളും ചിലർക്ക് നേരെ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാനെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടെ നമുക്ക് ടൈം കൂടുതലായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഈ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ പോലെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റൻസിൻ്റെ എല്ലാം കണക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കി നോക്കാം. എ വാക്സ് 50 minutes front and 50 minutes to the right, then every time turning his left he walks 10, 20 and 30 respectively. How far he now from his starting point എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു വ്യക്തി, അതായത് എ എന്നുള്ളൊരു വ്യക്തി 15 മിനിറ്റ് ഫ്രണ്ടിലോട്ട് നടന്നു. 15 മിനിറ്റ് എ എന്നുള്ള വ്യക്തി 15 മിനിറ്റ് ഫ്രണ്ടിലോട്ട് നടന്നു എന്നാണ് പറയുന്നത്. 15 മിനിറ്റ് ഫ്രണ്ടിലോട്ടാണ് നടക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? റൈറ്റിലോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു. ഇതാണ് റൈറ്റും ലെഫ്റ്റും ഒന്നും മാറിപ്പോവരുത്. റൈറ്റിലോട്ട് നടന്നു, ഫ്രണ്ടിലോട്ട് നടന്നു എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലോട്ട് നടന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റ് എവിടെയാണ്? റൈറ്റ് സൈഡിൽ 15 വീണ്ടും നടന്നിട്ടുണ്ട്, വീണ്ടും പോയിട്ടുണ്ട്. ദെൻ എവറി ടൈം ടേണിങ് ഹിസ് ലെഫ്റ്റ് ഹി വാക്സ് 20, അതായത് ഇനി മുതൽ എന്താണ്? അദ്ദേഹം നടക്കുന്നതിൻ്റെ ലെഫ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം എത്ര പോയി? ആദ്യം 10 പോയത്, പിന്നെ 20, പിന്നെ 30. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ഹീ ഈസ് നൗ ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്തി നിൽക്കുന്ന ആ ഒരു പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് പറയേണ്ടത്. എത്ര മീറ്ററാണ്, കിലോമീറ്ററാണ് എത്തിയെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് എ എന്നുള്ള വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. എ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയാണ് പോയത്? 15 പോയതെന്ന് മനസ്സിലായി. റൈറ്റിലോട്ട് 15 പോയിട്ടുണ്ട്. പിന്നെ ഓരോ ഷിഫ്റ്റും എന്താണ്? ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ആദ്യം 10 സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ളത് എത്രയാണ്? 20 ആണ്. 10 ഇവിടെ നമുക്കറിയാം ഇത് 50 ആണെങ്കിൽ ഇവിടെയും 50 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ 20. ഇത് 20 പോയി. ആദ്യം പോയത് ഫസ്റ്റ് ലെഫ്റ്റിൽ 10 ആയിരുന്നു, സെക്കൻഡ് ലെഫ്റ്റിൽ 20 ആണ് പോയത്. തേർഡ് ലെഫ്റ്റിൽ എത്രയാണ് പോയിരിക്കുന്നത്? 30 ആണ് പോയിരിക്കുന്നത് അല്ലേ? തേർഡ് ലെഫ്റ്റിൽ 30 ആണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ടോട്ടൽ എന്ന് പറയുന്നത് 25 ആണ്, പ്ലസ് ഒരു 5ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്, എ എന്ന വ്യക്തി നിൽക്കുന്നത് ഈ പോയിന്റിലാണ് അല്ലേ? ഈ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കണക്ട് ചെയ്യേണ്ടത് ഈ പോയിന്റ് എത്രയാണ്? അതായത് സ്റ്റാർട്ടിങ്ങിൽ നിന്നും എൻഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ നിന്നും എൻഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി നോക്കാം. ഫ്രണ്ടിലോട്ട് 15 നടന്നിട്ടുണ്ട്, പിന്നെ ഒരു റൈറ്റ് സൈഡ് 15 നടന്നിട്ടുണ്ട്, പിന്നെ ഒരു 10 നടന്നിട്ടുണ്ട് ലെഫ്റ്റിലോട്ട്, പിന്നീട് ഒരു 20 നടന്നിട്ടുണ്ട് ലെഫ്റ്റിലോട്ട്, പിന്നീട് ഒരു 30 നടന്നിട്ടുണ്ട് ലെഫ്റ്റിലോട്ട്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്നും എൻഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നോക്കൂ, ഇവിടെ 5 ആണെന്ന് നമുക്കറിയാം. അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ 5ഉം. അതുപോലെ തന്നെ ഇവിടെ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 2 സൈഡ് കിട്ടിയിട്ടുണ്ട്. 2 സൈഡാണ് കിട്ടിയിരിക്കുന്നത്. 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? √2 ആണ് ഇതിൻ്റെ കിലോമീറ്റർ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ പൈതഗോറസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഒരു 2 വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശം കാണാൻ നമുക്ക് പറ്റും. 2 വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശം കാണാനായിട്ട് നമുക്ക് കഴിയും. ഇതിൽ നമ്മൾ നോക്കേണ്ടത് റൈറ്റ് ഷിഫ്റ്റും ലെഫ്റ്റും എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൻ്റെ ഓരോ ഡിസ്റ്റൻസും വരയ്ക്കാം. ഇതിൽ ഞാൻ സെപ്പറേറ്റ് ആയി നോക്കിയിരിക്കുന്നത് ഈ 15 അതേ സെയിം തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നോക്കിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ 5√2 കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്റ്റൻസ് മനസ്സിലാക്കാനായി പറ്റുന്നത്. അപ്പോൾ ഇത് ഡയറക്ഷൻ ക്വസ്റ്റ്യൻ അല്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെഫ്റ്റ് എവിടെയാണ് പോകുന്നത്, ഫസ്റ്റ് റൈറ്റ് എവിടെയാണ് പോകുന്നത് നോക്കാം. ആൻസറിൽ ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ നോക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് 4th ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. 4th ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? റിലേഷൻ, ബ്ലഡ് റിലേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബ്ലഡ് റിലേഷൻ കുറച്ച് പേർക്കൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അത് ചെയ്ത് നോക്കാം. ഹൂ ഈസ് ദ ഗ്രാൻഡ് മദർ ഓഫ് ഡി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഗ്രാൻഡ് മദർ ഓഫ് ഡി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ഈസ് ദ മദർ ഓഫ് ബി, സി ഈസ് ദ സൺ ഓഫ് എ, ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ ഈസ് ദ ഡോട്ടർ ഓഫ് ബി തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ തന്നിട്ട് എ ബി സി ഡി തന്നിട്ടുണ്ട്. ഈ കണക്ഷൻസ് വെച്ച് നമ്മൾ ബ്ലഡ് റിലേഷൻ കണ്ടുപിടിച്ചിട്ട് ആരിനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിൻ്റെ ഗ്രാൻഡ് മദർ ആരാണ് എന്നുള്ള റിലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിൻ്റെ ഗ്രാൻഡ് മദർ ആരെന്നുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എ ഈസ് ദ മദർ ഓഫ് ബി, സി ഈസ് ദ സൺ ഓഫ് എ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്ലഡ് റിലേഷൻ്റെ കാര്യം പഠിക്കുമ്പോൾ ഒരു കാര്യം നോക്കുക. സെയിം ജനറേഷൻ ആണെങ്കിൽ ഹൊറിസോണ്ടലി ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇനി ഡിഫറെൻറ്റ് ജനറേഷൻ ആണെങ്കിൽ അത് നമുക്ക് വെർട്ടിക്കലി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് ജനറേഷൻ ആണെങ്കിൽ വെർട്ടിക്കലി ആണ് കണക്ട് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ റിലേഷൻ മനസ്സിലാക്കി ഇങ്ങനെ വരയ്ക്കാനൊന്നും നേരമില്ല എന്നുണ്ടെങ്കിൽ റിലേഷൻ മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കി നോക്കാം. ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എ ഈസ് ദ മദർ ഓഫ് ബി എന്ന് പറയുന്നത്. എ എന്നുള്ളത് ബിയുടെ
ആരാണ്? അമ്മയാണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എ ഈസ് ദ മദർ ഓഫ് ബി, അപ്പം മദറാണ്. ഫീമെയിൽ ആണെങ്കിൽ നെഗറ്റീവും ഇങ്ങനെയെല്ലാം നമുക്ക് നോക്കാം, പഠിക്കുന്ന സമയത്ത് നോക്കാം. ഫീമെയിൽ ആണെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കാം, മെയിലാണെങ്കിൽ പോസിറ്റീവ് സൈൻ കൊടുക്കാം. ഇത് ഇങ്ങനെയെല്ലാം നമ്മൾ പഠിക്കുന്ന ഈസ് ദ മദർ ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്തു. സി ഈസ് ദ സൺ ഓഫ് എ എന്ന് തന്നിട്ടുണ്ട്, എയുടെ സണ്ണാണ് സി എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ എന്ന് തന്നിട്ടുണ്ട്, ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ സൺ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? മെയിലാണ്. ബ്രദർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും മെയിലാണ്, അപ്പോൾ പോസിറ്റീവ് സൈൻ കൊടുക്കാം. ഇ ഈസ് ദ ഡോട്ടർ ഓഫ് ബി, ഇ ഈസ് ദ ഡോട്ടർ ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്, ഡോട്ടർ എന്നുള്ളതാണ്, നെഗറ്റീവ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതായത് ബീൻ്റെ അമ്മയാണ് എ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, ബീൻ്റെ മകളാണ് ആര്? ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ എന്ന ആളുടെ, ഈ എന്ന ഒരു കുട്ടിയുടെ ബ്രദറാണ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിയുടെ ഗ്രാൻഡ് മദർ ആര് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഡിയും ഇയും എന്ത് റിലേഷനാണ്? ബ്രദർ സിസ്റ്റർ റിലേഷനാണ് വരുന്നത്. ഇവർ രണ്ടാളുടെയും മദർ, ഇതിൽ ബി എന്നുള്ളത് ഫാദർ ആണോ മദർ ആണോ എന്നുള്ള ജെൻഡർ നമുക്ക് തന്നിട്ടില്ല, കാരണം നമുക്കത് വേണ്ട കാര്യമില്ല. ഇത് നോക്കൂ, ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ രണ്ടാളുടെയും പാരൻ്റ് ആണ് ഈ ബി എന്നുള്ള വ്യക്തി. അത് ചിലപ്പോൾ ഫാദർ ആവാം അല്ലെങ്കിൽ മദർ ആവാം. അപ്പോൾ ഈ പാരൻ്റ് ആണ്, ഈ പാരൻറ്റിൻ്റെ ജനറേഷനാണ് ആര്? പാരൻറ്റിൻ്റെ മദറാണ് എ എന്നുള്ളത്. അപ്പോൾ പാരൻറ്റിൻ്റെ മദറാണ് എ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഗ്രാൻഡ് മദർ ആര് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിൻ്റെയും ഇൻ്റെയും ഗ്രാൻഡ് മദർ ആര് തന്നെയാണ്? എ തന്നെയാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിൻ്റെ ഗ്രാൻഡ് മദർ ആര് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എ എന്നുള്ളതാണ്. അപ്പോൾ ബ്ലഡ് റിലേഷൻ വരുമ്പോൾ നമ്മൾ വരച്ച് തന്നെ ചെയ്ത് നോക്കുക ഓരോ റിലേഷനിലും. അതുപോലെ തന്നെ ഡയറക്ഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ വിത്ത് റെസ്പെക്ട് ടു ആരിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ചോദിക്കുന്നത് എന്നുള്ളൂടി നമ്മൾ മനസ്സിലാക്കണം. ഡിൻ്റെ ഗ്രാൻഡ് മദർ ആര് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എ ആണ് ഡിൻ്റെ ഗ്രാൻഡ് മദർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നമ്പർ സീരീസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ചെയ്യുന്നത് എന്താണ്? ഇവ തമ്മിലുള്ള കണക്ഷൻ എന്താണ്, നെക്സ്റ്റ് ടേം എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവ തമ്മിലുള്ള കണക്ഷൻ നോക്കിയിട്ട് നെക്സ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ചൂസ് എ നമ്പർ ടു റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് വിച്ച് ക്യാൻ എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് എയ്തർ സൈഡ് ഓഫ്. ഈ സൈഡിലുള്ള ക്വസ്റ്റ്യൻ മാർക്കിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നോക്കി നോക്കാം. ഇതിലെന്തോ ഇവ തമ്മിലുള്ള എന്തോ കണക്ഷൻ ഉണ്ട്, ഇതും ഇവിടെയുള്ളവയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നോക്കി എങ്ങനെ നോക്കിയാലാണ് നമുക്ക് 9ഉം 18ഉം ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? 9ഉം 8ഉം ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റാം. നമുക്കറിയാം 9 സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ 81ൽ 1 കുറയ്ക്കുന്നതാണ് 80 എന്ന് പറയുന്നത്. അപ്പോൾ 9 സ്ക്വയർ മൈനസ് 1 എന്നുള്ള റിലേഷനിലാണ് 9ഉം 80ഉം കണക്ട് ചെയ്തിരിക്കുന്നത്. 9ഉം 80ഉം കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 100 സ്ക്വയർ മൈനസ് 1 ആയിരിക്കില്ലേ അടുത്തതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഏതോ ഒന്നിൻ്റെ സ്ക്വയറിനെ ഒന്നുകൊണ്ട് മൈനസ് ചെയ്തപ്പോൾ ഉള്ളതാണ് നെക്സ്റ്റ് ടേം വന്നിരിക്കുന്നത് അല്ലേ? ഈ 9 സ്ക്വയർ മൈനസ് 1 ആണ് ഇത് വന്നിരിക്കുന്നതെങ്കിൽ 100 സ്ക്വയർ മൈനസ് 1 ആയിരിക്കും ഇവിടത്തെ എന്നുള്ളത് നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 999 അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇവ നമ്മളുടെ റിലേഷൻ മനസ്സിലായി നെക്സ്റ്റ് ടൈം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചൂസ് എ പെയർ ഓഫ് വേർഡ്സ് ദാറ്റ് ഫിൽ ദ ബ്ലാങ്ക്സ്. ഇത് നമ്മളൊരു സാമ്പിളായിട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് രീതിയിൽ ചോദിക്കും എന്നുള്ളത്. ഓരോ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പം തന്നെ ആ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ചൂസ് ദ പെയർ ഓഫ് വേർഡ്സ് ദാറ്റ് വിൽ ഫിൽ ദ ബ്ലാങ്ക്സ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നിട്ട് ഒരു പാരാഗ്രാഫ് വന്നിട്ട്. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? കോർക്കും ബോക്സും തന്നിട്ടുണ്ട്, അവയായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. ഇപ്പോൾ വൈനും ഹാറ്റും കോർക്കും ബോക്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കോർക്കും വൈനുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല, ബോക്സും ഹാറ്റുമായിട്ടും ഒരു കണക്ഷൻ ഇല്ല. ഇത് നോക്കൂ, വുഡും ഫൈറ്റും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കോർക്കും ബോക്സുമായിട്ട് ഇല്ല. സ്പൗട്ടും ക്രേറ്റും ഒരിക്കലും ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ബോട്ടിൽ ലിഡ്, ബോട്ടിലും കോർക്കും ആയിട്ട് കണക്ഷൻ ഉണ്ട് അല്ലേ? ബോട്ടിലും കോർക്കും ആയിട്ട് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബോക്സും ലിഡുമായിട്ടും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ നമുക്ക് ട്രിക്കായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. ഇതിൽ നമുക്ക്
നമുക്ക് ലെറ്ററും നമ്പറും സീരീസും ഒന്നിച്ച് വരുന്നതാണ്. അപ്പോൾ ഡീകോഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ സെർട്ടൈൻ കോഡ് ഡെസ്ക് ഈസ് റിട്ടൺ ആസ് $52 എന്നുള്ളതാണ്. $52 എന്നുള്ളതാണ്. ഡെസ്ക് എന്നുള്ളത് $52 അല്ലേ. ഡെസ്ക് എന്നുള്ളത് $52 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൈഡ് എന്നുള്ളത് %7 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഡീകോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് തന്നിട്ടുണ്ട്. ആണ്. നോക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് റിസ്ക് റിട്ടേൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസ്കിൻ്റെ കോഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമുള്ള കാര്യമാണ്. ഇതിൽ ഓരോ ലെറ്റേഴ്സും ഈ തന്നിരിക്കുന്ന കാര്യത്തിലുണ്ട് അല്ലേ. അപ്പോൾ നോക്കി നോക്കാം. R എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? പെർസെൻറ്റേജ് ആണ്. R എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ആണ്. ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രിക്കി ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാത്തിലും പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണം. I എന്നുള്ളത് എന്താണ് തന്നിരിക്കുന്നത്? I എന്നുള്ളത് 7 എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഇതിൽ നോക്കി നോക്കൂ. സെക്കൻഡ് ടേമും ഫുൾ 7 തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടേം എന്തായാലും കണ്ടുപിടിക്കണം. S എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? 5 ആണ്. S എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 5 ആണ്. ഇതിൽ 5 വരുന്നത് എന്താണ്? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ തേർഡ് ടേം കണ്ടുപിടിച്ചതോടുകൂടി നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. K റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? 2 ആണ് അല്ലേ. K റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ്. R ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 7 ആണ് I റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 5 ആണ് S റെപ്രസെൻറ്റ് ചെയ്യുന്നത്, K ആണ് 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് എന്നുള്ളതിൻ്റെ ടേം എന്ന് പറയുന്നത് %752 എന്നുള്ളതാണ് നമ്മുടെ കോഡായിട്ട് വരുന്നത്, ഡീകോഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം എളുപ്പമുള്ള കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് മാറ്റി തരാനും പറ്റും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ചിലപ്പോൾ ഇവിടെയും 5 വന്നു എന്ന് വിചാരിച്ചാൽ നമ്മൾ നെക്സ്റ്റ് ടേമും കൂടി കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. എളുപ്പമുള്ള കാര്യമാണ്. കുറച്ച് വൃത്തിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നോക്കൂ. എ ക്ലാസ് സ്റ്റാൻഡ്സ് ഇൻ എ സിംഗിൾ ലൈൻ. വൺ സ്റ്റുഡൻറ്റ് ഈസ് 17th. 17ാമത്തെ ഒരു കുട്ടിയാണ് പറയുന്നത്. ഒരു ക്ലാസ്സിലെ കുട്ടികൾ നിരന്ന് നിൽക്കുകയാണ്. അതിൽ 17ാമത്തെ കുട്ടി, 17ാമതായിട്ട് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. രണ്ട് എൻഡിൽ നിന്നും, ഈ എൻഡിൽ നിന്ന് നോക്കിയാലും ഈ കുട്ടി 17ാമത്തെയാണ്, ഈ എൻഡിൽ നിന്ന് നോക്കിയാലും ആ കുട്ടി 17ാമത്തെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ക്ലാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ക്ലാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ എത്രയോ കുട്ടികളുണ്ട്, പക്ഷേ രണ്ട് എൻഡിൽ നിന്ന് നോക്കുമ്പോഴും ആ കുട്ടി, നമ്മൾ പറയുന്ന പർട്ടിക്കുലർ പേഴ്സൺ എന്ന് പറയുന്നത് 17ാമത്തെയാണ് വരുന്നത്. അപ്പോൾ നോക്കി നോക്കൂ, 17ാമത്തെ ആണെങ്കിൽ ഇവിടുത്തെ ഡിഫറൻസ് എന്തായിരിക്കും? 16 ആണ് അല്ലേ. 16 കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ 1 to നമ്പർ എണ്ണുമ്പോൾ 17 എത്തുന്നത് 16 എണ്ണം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇവിടെ നിന്നും അതേ 17th പൊസിഷൻ എത്തണമെങ്കിൽ ഇവിടെ എത്ര പേരുണ്ടാവും? 16 പേരുണ്ടാവണം അല്ലേ. ടോട്ടൽ സ്ട്രെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കൂ, എളുപ്പമാണ്. 16 + 16. ഈ 17 എന്താണ്? ഒരു പേഴ്സൺ ആണ് അല്ലേ. അതിന് രണ്ടായി എടുക്കരുത്, ഒറ്റ പേഴ്സൺ ആണ്. രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ആഡ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ 16 + 16 കഴിഞ്ഞു. അത് പ്ലസ് ഈ 17th എന്നുള്ളതാണ് ഈ +1 എന്നുള്ളത്. അപ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? 16 32. ഈ പ്ലസ് എന്നുള്ളത് ഒന്ന് ആഡ് ചെയ്തു, 33. എത്രയാണ് നമ്മുടെ ആൻസർ എന്ന് വരുന്നത്? 33 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കുക. ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ നമ്പർ തന്നിട്ട് ടോട്ടൽ സ്ട്രെങ്ത് ചോദിച്ചാൽ ആ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിൽ നിന്നും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്കെ ആണ്, ഈക്വൽ ആണ്. ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ 16 തന്നെ വേണം, ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് 16 തന്നെ വേണം. ഇനി നമ്പേഴ്സ് ഇനി റൈറ്റ് സൈഡിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ ആ നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇവിടെ ഒരെണ്ണമാണ് എടുക്കേണ്ടത്. രണ്ട് സൈഡിൽ നിന്നും വരുമ്പോൾ ഒരെണ്ണമാണ് എടുക്കേണ്ടത്. കാരണം അത് സെൻറ്റർ പൊസിഷനാണ് തന്നിരിക്കുന്നത്. നമ്മൾ +2 ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നമ്മൾ ഒന്നായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഇവിടെ നമുക്കറിയാം സെയിം ആണെന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 33 ആണ് ആ ക്ലാസ്സിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാനായി പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പ്രോബ്ലം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പ്രോബ്ലം ആണ്. എ വെൻഡർ ബോട്ട് ആപ്പിൾസ് അറ്റ് 8 for 12 and ₹12 and sold them at 6 for ₹10. Find the gain or loss %. അതായത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് ചെയ്തിരിക്കുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വെൻഡർ എന്ന് പറയുന്നത്, ഒരു
വ്യക്തി എന്താണ് ചെയ്തിരിക്കുന്നത്? ആപ്പിൾസ് വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് എത്ര എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്? 8 ആപ്പിൾ 12 രൂപയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത്. അതേ ആപ്പിളിൽ തന്നെ അദ്ദേഹം 6 എണ്ണം 10 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പം നോക്കി നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ആപ്പിള് 8 ആപ്പിൾ 12 രൂപയ്ക്കാണ് നമ്മൾ വിറ്റിരിക്കുന്നത്. 8 ആപ്പിൾ 12 രൂപയ്ക്ക് വാങ്ങിയതാണ് 8 ആപ്പിൾ. അപ്പോൾ എന്താ വാങ്ങുന്നത്? എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. അല്ലെങ്കിൽ വാങ്ങുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 8 ആപ്പിൾ 12 രൂപയ്ക്ക് നമ്മൾ വാങ്ങി. ഇനി സെല്ലിംഗ് പ്രൈസ് എന്താണ്? 6 ആപ്പിൾ 10 രൂപ എന്ന നിരക്കിൽ നമ്മൾ വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നോക്കി നോക്കാം. കോമൺ ഫാക്ടർ എടുത്ത് ചെയ്യുമ്പോൾ 3 × 8 × 3 24 കിട്ടും. ഇവിടെ 6 × 4 24 കിട്ടും. അപ്പോൾ ഇത് നോക്കി നോക്കാം. ഇവിടെ അതുപോലെ തന്നെ എത്ര രൂപയാണെന്നുള്ളത് നമുക്ക് കോമണൈസ് ചെയ്യുമ്പോൾ 12 × 3 36 കിട്ടും. സെൽ ചെയ്തതിൽ 10 × 4 40 കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കാം. 36 നമുക്ക് വാങ്ങാനായിട്ടുള്ള വില എന്ന് പറയുന്നത് 36 പക്ഷെ നമ്മൾ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് 40 രൂപയാണ്. എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട്? 4 രൂപ നമുക്ക് ലാഭമാണ് കിട്ടിയിരിക്കുന്നത്. 36 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം നമ്മൾ 40 രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 4 രൂപ നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? പ്രോഫിറ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇതിലോ ആണ്. ഇത് രണ്ടും നമ്മുടെ ഓപ്ഷനിലല്ല. പ്രോഫിറ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി. ഇനി എന്താണ് മനസ്സിലാവേണ്ടത്? അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നോക്കാം. 40 - 36 4 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതെന്ന് മനസ്സിലായിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് ചിലവായത് എത്രയാണ്? 36 രൂപയാണ്. അപ്പോൾ 4 നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 4 ആണ്. 4/36 എന്നുള്ളത് നമ്മൾ 1/9 ആയിട്ട് എഴുതി. 1/9 എന്ന് പറയുന്നത് 11.11 ആണ്. 11.11% ആണ് നമ്മുടെ ഗെയിൻ എന്ന് മനസ്സിലായിട്ടുണ്ട്. ഗെയിൻ എന്ന് പറയുമ്പോൾ ബാക്കി രണ്ടെണ്ണം ക്യാൻസൽ ഔട്ട് ചെയ്യുക. അത്രയാണ് ഗെയിനുള്ള പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. എളുപ്പമുള്ള കണക്കാണ് ഇത്. ചിലപ്പോൾ ഇനി കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും വേറെ കണക്കായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ രീതി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചെയ്യേണ്ട രീതി മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യനിലും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ആഫ്റ്റർ ഗെറ്റിംഗ് 2 successive discount with a list of price 300 is available at rupees 210. If the second discount is 12.5%, find the first discount. 2 സക്സസീവ് ഡിസ്കൗണ്ട് ഉണ്ട്. അതിൽ സെക്കൻഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡിസ്കൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഡിസ്കൗണ്ട് ആണ് കാണേണ്ടത്. ഇവിടെ നോക്കി നോക്കാം. 12.5 ആണ് എന്ത്? സെക്കൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 12.5 ആണ്. 12.5 എന്ന് പറയുന്നതാണ് 1/8 പോർഷൻ ആണ് അല്ലേ? 8ൽ ഒരു ഭാഗമാണ് 12.5 എന്ന് പറയുന്നത്. അപ്പോൾ 8ൽ 8 എന്നുള്ളത് എന്താണ്? 1 ആണ് അല്ലേ? 8ൽ 8 എന്ന് പറയുന്നത് ഒരു പോർഷനാണ്. അതിൽ 1/8 പോർഷനാണ് സെക്കൻഡ് ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ എന്തായിരിക്കും? 7/8 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 7/8 ഏതിൻ്റെയോ എക്സ് എന്നതിൻ്റെ 7/8 പോർഷനാണ് ഫസ്റ്റ് ഡിസ്കൗണ്ടായി വന്നിരിക്കുന്നത്. എത്രയാണ് ചെയ്തിരിക്കുന്നത്? 2/10 / 300 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 7/8 എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്നുള്ളത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ഡിസ്കൗണ്ട് ആണ്. ഈ 7/10 ഉള്ളത് നമുക്ക് കിട്ടാനായിട്ട് പറ്റും. നോക്കൂ. 7 നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. 8 എന്നുള്ളത് നമ്മൾ 4 ആക്കി. 10 എന്നുള്ളത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 4/5 ആണ്. 4/5 എന്ന പോർഷൻ എത്രയാണ്? 80% 80% ആണെങ്കിൽ 80% നമുക്ക് ഗെയിൻ കിട്ടിയതെങ്കിൽ നമ്മൾ എത്ര ശതമാനത്തിനാണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക? 20% ആയിരിക്കും നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. 20% ആണ് നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. 12.5 എന്നുള്ളത് 1/8 പോർഷൻ ആണ്. അപ്പോൾ 7/8 ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 7/8 നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4/5 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. 4/5 പൊസിഷൻ എന്ന് പറയുന്നത് 80% ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസ്കൗണ്ട് എത്രയായിരിക്കും? 20% ആണ് നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. ഇന്ന് നമ്മൾ ഓരോ രീതിക്കുള്ളത് നോക്കി. വെൻ ഡയഗ്രാം നോക്കിയിട്ടുണ്ട്, ഡിസ്കൗണ്ടിൻ്റെ കാര്യം നോക്കിയിട്ടുണ്ട്, അതുപോലെ ഡിസ്റ്റൻസിൻ്റെ കാര്യം നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ രീതിയിലുള്ള കണക്കുകൾ നമ്മൾ നോക്കി? നമ്പർ സീരീസും ലെറ്റർ സീരീസും കോഡിങ്ങും ഡീകോഡിങ്ങും നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഏത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നത്. അപ്പോഴത്തെ ലോജിക്ക് അനുസരിച്ച് റീഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഒരു അടുത്ത സെഷനിൽ നമ്മൾ ഇതിലെ തന്നെ പ്രീവിയസ് ഇയറിലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ബൈ.